everyone, welcome to Study Loops. അപ്പോൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു 10 സ്റ്റഡി ടിപ്സാണ്. നിങ്ങൾക്ക് എക്സാംസ് ഒക്കെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പഠിച്ചാലാണ് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അതിന് ഈ സ്റ്റഡി ടിപ്സ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവും. അപ്പോൾ നമുക്ക് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ടിപ്പ് നമ്പർ 1, സ്റ്റഡി ഇൻ സ്മാൾ ചങ്ക്സ്. അതായത് നിങ്ങൾ പഠിക്കുമ്പോൾ 25 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് വരെ പഠിക്കുക, പിന്നെ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. ഇത് നിങ്ങളുടെ മൈൻഡ് ഫ്രഷ് ആക്കാനായിട്ട് വളരെയധികം സഹായിക്കും. ഈ ബ്രേക്ക് എടുക്കുന്ന സമയം ഫോൺ നോക്കാതിരിക്കാനായിട്ട് ശ്രമിക്കണം. അതല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാം. അതിനുശേഷം ഒരു 5 മിനിറ്റിന് ശേഷം നിങ്ങൾ വീണ്ടും പഠിക്കുക. 25 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് വീണ്ടും പഠിക്കുക. അതിനുശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം. ടിപ്പ് നമ്പർ 2, മേക്ക് ഷോർട്ട് നോട്ട്സ്. കീ പോയിൻറ്റ്സ് ഒക്കെ എഴുതി വെക്കുക. ഫോർമുലാസ്, ഡെഫിനിഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ടിപ്പ് നമ്പർ 3, ടീച്ച് സംവൺ. നിങ്ങളൊരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ മറ്റൊരാൾക്ക് പഠിപ്പിച്ച് കൊടുത്തിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതൊരാൾക്കാവണമെന്നില്ല, വാളിലേക്കോ മിററിലേക്കോ നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ സ്വയം പറഞ്ഞിട്ട് പഠിപ്പിച്ചു കൊടുക്കാം. ടിപ്പ് നമ്പർ 4, യൂസ് പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ. പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആവുകയാണ് ചെയ്യുക. ക്വസ്റ്റ്യൻ പാറ്റേൺസൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് പറ്റും. മുന്നേ ചോദിച്ച ക്വസ്റ്റ്യൻസൊക്കെ ആയിരിക്കും ഇപ്പോൾ ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. 1-2 ഒക്കെ ഉണ്ടാകും. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ടും പറ്റും. ടിപ്പ് നമ്പർ 5, അവോയ്ഡ് മൾട്ടി ടാസ്കിങ്. നമ്മളൊരു സബ്ജക്റ്റ് മാത്രം ഫോക്കസ് ചെയ്യാനായിട്ട് നോക്കുക. അതായത് ഒരു 25 മിനിറ്റ് ഒരു സബ്ജക്റ്റ് നോക്കി, പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ സബ്ജക്റ്റ് നോക്കി, അങ്ങനെ നോക്കാണ്ടിരിക്കുക. ഒരു സബ്ജക്റ്റിൽ ഒരു ടോപ്പിക്ക് നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം വേറെ സബ്ജക്റ്റിൻ്റെ ടോപ്പിക്ക് പഠിക്കാനായിട്ട് നോക്കുക. ടിപ്പ് നമ്പർ 6, കീപ് യുവർ ഫോൺ അവേ. പഠിക്കുമ്പോൾ ഫോൺ സൈലൻറ്റ് മോഡിൽ വെക്കാൻ നോക്കുക. അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് വെച്ചിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് വേറൊരു സ്ഥലത്ത് ഇരിക്കുക. ടിപ്പ് നമ്പർ 7, റിവൈസ് ഡെയിലി. എല്ലാ ദിവസവും തലേന്ന് പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകും. ടിപ്പ് നമ്പർ 8, സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് സ്ലീപ്പ് വെൽ. നല്ലപോലെ വെള്ളം കുടിക്കുക, നല്ല ഫുഡ് കഴിക്കുക, നന്നായിട്ട് ഉറങ്ങുക. ടിപ്പ് നമ്പർ 9, സെറ്റ് സ്മാൾ ഗോൾസ്. നമ്മളൊരു ചെറിയ ഗോൾസ് സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്നൊരു ടോപ്പിക്ക് പഠിക്കും, അല്ലെങ്കിൽ ഇന്നൊരു ചാപ്റ്റർ പഠിച്ചു തീർക്കും. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഗോൾസ് ആക്കി വെക്കാനായിട്ട് ശ്രമിക്കാം. ടിപ്പ് നമ്പർ 10, മേക്ക് എ ക്ലീൻ സ്റ്റഡി സ്പേസ്. നമ്മൾ പഠിക്കാനിരിക്കുന്ന സ്പേസ് എപ്പോഴും ക്ലീൻ ആൻഡ് ക്ലിയർ ആക്കി വെക്കണം. ഒരു നീറ്റ് പ്ലേസിലിരുന്ന് പഠിക്കുമ്പോൾ നമ്മുടെ ഫോക്കസ് ഇമ്പ്രൂവ് ചെയ്യും. അതുപോലെ തന്നെ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ കുറയുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ 10 ടിപ്സും വളരെ യൂസ്ഫുൾ ആവും. എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.